അപ്പോൾ ഇതുപോലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നത് ശരിക്കും ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ നല്ലതാണല്ലേ? തീർച്ചയായും വളരെ പ്രായോഗികമാണ്. ആദ്യം നമുക്ക് ഈ സംഭാഷണം മുഴുവനായിട്ടൊന്ന് കേൾക്കാം, ഇംഗ്ലീഷിൽ തന്നെ. ശരി. എന്നിട്ട് നമുക്ക് അതിലെ ഓരോ ഭാഗങ്ങളും എടുത്ത് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. ഐ കെയിം ടു അപ്ഡേറ്റ് മൈ ആധാർ കാർഡ്. ഓക്കെ. What details do you want to update? I need to update my address and phone number. All right. Do you have any address proof with your new address? Yes, this is my latest electricity bill. That's perfect. May I also see your original Aadhaar card? Yes, here it is. Thank you. Also, please give me a passport-size photo. Oh, I forgot to bring it. Can I give it later? No problem. You can come any time before 5 p.m. Okay. How much is the charge for this update? It's 50 rupees for one detail. Since you're updating both address and phone number, the total is 100 rupees. All right. Can I pay by UPI? Yes, we accept Google Pay, PhonePe and Paytm. Great. Here is the payment. Got it. I've updated your phone number. I will keep your application ready. Please bring your photo and sign the form. Thank you very much. You are very helpful. You're most welcome, sir. Have a nice day. Okay. അപ്പോൾ നമ്മൾ സംഭാഷണം കേട്ടല്ലോ. ഇനി നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? ശരി. ഓരോ വാചകമായിട്ട് എടുക്കാം. തുടക്കം വളരെ സിമ്പിളാണ്. ഗുഡ് മോർണിംഗ്. അതെ. അതിന് മറുപടി ഗുഡ് മോർണിംഗ് സർ, പ്ലീസ് ഹാവ് എ സീറ്റ്. ഇവിടെ സർ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ബഹുമാനം. പ്ലീസ് ഹാവ് എ സീറ്റ്, ഇരിക്കാൻ പറയുന്നു. വളരെ പൊളൈറ്റായിട്ട്. അതെ. എന്നിട്ട് കാര്യത്തിലേക്ക് വരുന്നു. I came to update my Aadhaar card. ഞാൻ എന്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. അതെ. ഈ അപ്ഡേറ്റ് എന്ന വാക്ക് അത് പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും വിവരം പുതുക്കുക എന്നാണല്ലോ അർത്ഥം. ശരിയാണ്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. What details do you want to update? Details, വിവരങ്ങൾ. മറുപടി പറയുന്നു, I need to update my address and phone number. എനിക്കെന്റെ വിലാസവും ഫോൺ നമ്പറും മാറ്റണം. ഈ നീഡ് ടു ഉപയോഗിക്കുന്നത് ഒരു ആവശ്യം പറയാനാണ്. എനിക്കിത് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്തത് തെളിവ് ചോദിക്കുകയാണ്. ഡു യു ഹാവ് എനി അഡ്രസ് പ്രൂഫ് വിത്ത് യുവർ ന്യൂ അഡ്രസ്? അതായത് പുതിയ വിലാസം തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ. അഡ്രസ് പ്രൂഫ്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലേ, ഈ അഡ്രസ് പ്രൂഫ്. അതെ അതെ. അപ്പോ രേഖ കാണിച്ചുകൊണ്ട് പറയുന്നു, യെസ്, ദിസ് ഇസ് മൈ ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി ബിൽ. ലേറ്റസ്റ്റ്, ഏറ്റവും പുതിയത്. ശരി. ദാറ്റ്സ് പെർഫെക്റ്റ് എന്ന് മറുപടി. എന്നിട്ടൊരു അനുവാദം ചോദിക്കുകയാണ്. മേ ഐ ഓൾസോ സീ യുവർ ഒറിജിനൽ ആധാർ കാർഡ്? ഇവിടെ മേ ഐ എന്ന് ചോദിച്ചത് ശ്രദ്ധിച്ചോ? കുറച്ചുകൂടി ഫോർമലായി മര്യാദയോടെ ചോദിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ. കെൻ ഐ സീ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ബഹുമാനം അതിലുണ്ട്. ഒറിജിനൽ, യഥാർത്ഥ കാർഡ്. ശരി. പിന്നെ ഫോട്ടോ ചോദിക്കുന്നു. പ്ലീസ് ഗിവ് മീ എ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോഴാണൊരു പ്രശ്നം. ഓ, ഐ ഫർഗോട്ട് ടു ബ്രിങ് ഇറ്റ്. മറന്നുപോയി. ഫോർഗോട്ട്, മറന്നു. അതെ. എന്നിട്ട് ചോദിക്കുന്നു, കെൻ ഐ ഗിവ് ഇറ്റ് ലേറ്റർ? ലേറ്റർ, പിന്നീട്. അതിന് മറുപടി, നോ പ്രോബ്ലം, പ്രശ്നമില്ല. യു ക്യാൻ കം എനി ടൈം ബിഫോർ 5 p.m. സമയം പറയുന്നുണ്ട്, 5 മണിക്ക് മുൻപ് എപ്പോ വേണമെങ്കിലും വരാം. ശരി. ഇനി പൈസയുടെ കാര്യമാണ്. ഹൗ മച്ച് ഇസ് ദ ചാർജ് ഫോർ ദിസ് അപ്ഡേറ്റ്? ചാർജ് എത്രയാണ്? ഫീസ് അല്ലെങ്കിൽ ഇതിനുള്ള കാശ്. അതെ. അപ്പോ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇറ്റ്സ് 50 rupees ഫോർ വൺ ഡീറ്റെയിൽ. ഒരെണ്ണത്തിന് 50 രൂപ. സിൻസ് യു ആർ അപ്ഡേറ്റിംഗ് ബോത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ, ദ ടോട്ടൽ ഇസ് 100 rupees. രണ്ടും ചെയ്യുന്നത് കൊണ്ട് ആകെ 100 രൂപ. ഓക്കെ. അപ്പോ പൈസ എങ്ങനെ കൊടുക്കാം? കാൻ ഐ പേ ബൈ UPI? UPI വഴി പറ്റുമോ? അപ്പോ പറയുന്നു, യെസ്, വി ആക്സെപ്റ്റ് സ്വീകരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ സ്വീകരിക്കും. ശരി. പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞു. ഗ്രേറ്റ്, ഹിയർ ഈസ് ദ പേയ്മെന്റ്. അപ്പൊ പണം കിട്ടി എന്നുറപ്പിക്കാൻ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്നു. ഇത് വളരെ സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, കിട്ടി എന്നർത്ഥം. സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണല്ലേ? അതെ. അനൗപചാരിക സംഭാഷണങ്ങളിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തു. ഐ ഹവ് അപ്ഡേറ്റഡ് യുവർ ഫോൺ നമ്പർ. ഇനി അപേക്ഷ റെഡിയാക്കി വെക്കാം. ഫോട്ടോ കൊണ്ടുവന്ന് ഒപ്പിടണം. സൈൻ ദ ഫോം. ആപ്ലിക്കേഷൻ, സൈൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ, ഒപ്പ്, ഇതും പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതെ. അവസാനം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്, യു ആർ വെരി ഹെൽപ്ഫുൾ. ഹെൽപ്ഫുൾ, വളരെ സഹായകരമായി എന്നർത്ഥം. അതിന് മറുപടി, യു ആർ മോസ്റ്റ് വെൽക്കം സർ, ഹാവ് എ നൈസ് ഡേ.
ഇതും വളരെ സാധാരണവും നല്ലൊരു മറുപടിയുമാണ്. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈയൊരു ചെറിയ സംഭാഷണത്തിൽ തന്നെ നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യാനും നമ്മുടെ ആവശ്യം പറയാനും പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും അനുവാദം ചോദിക്കാൻ. അതെ, അനുവാദം ചോദിക്കാൻ, പൈസയുടെ കാര്യം സംസാരിക്കാൻ, നന്ദി പറയാൻ, അതിന് മറുപടി നൽകാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള സാധാരണ പ്രയോഗങ്ങൾ ഇതിലുണ്ട്. ശരിയാണ്. പിന്നെ അപ്ഡേറ്റ്, ഡീറ്റെയിൽസ്, അഡ്രസ് പ്രൂഫ്, ലേറ്റസ്റ്റ്, ഫൊഗോട്ട്, ചാർജ്, പേയ്മെന്റ്, ആപ്ലിക്കേഷൻ, സിഗ്നേച്ചർ, ഈ വാക്കുകളൊക്കെ. അതൊക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്ന വാക്കുകളാണ്. അതെ. അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതുപോലുള്ള നമ്മൾ ദിവസവും ഇടപെടുന്ന സാധാരണ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലൊരു വഴിയാണ്. വളരെ എളുപ്പമുള്ള വഴിയാണ്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. ശരി.